എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങള് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. നമുക്കറിയാം ഈ ഒരു കുറച്ച് കാലങ്ങൾക്ക് കുറെ മുന്നേ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വായിക്കുന്നവരായിരുന്നു. നമുക്ക് എന്ത് കിട്ടിയാലും വായിക്കുന്ന അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം. കുഞ്ഞു കുഞ്ഞു കുട്ടികളായപ്പോഴും ബാലരമ, ബാലമംഗളം എന്ന പോലുള്ള പുസ്തകങ്ങളൊക്കെ ആ ഒരു ബുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ലക്കം വരുന്ന വരെ വെയിറ്റ് ചെയ്യുന്ന ആളുകളിൽ പെട്ട ആളാണൊക്കെ ഞാനും. ഞാനൊക്കെ നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴും ആ ഒരു അടുത്ത ലക്കം വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് എന്റെയൊക്കെ ഒരു കാലഘട്ടം. പക്ഷെ നമുക്കറിയാം ഈ ഒരു ഇപ്പൊ ഒരു കുറച്ചു കാലം ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലേക്ക് വരുമ്പോ നമുക്ക് വായനയുടെ നന്നായിട്ട് വായന കുറഞ്ഞു വരികയാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വായിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. വളരെ കുറവ് വായന എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ല. അപ്പൊ അതിന്റെ ഭവിഷ്യത്തുകള് വളരെയധികം നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കുട്ടികളുടെ ഇടയില് നമുക്ക് കുട്ടികളുടെ ഇടയിൽ മാത്രമെന്നല്ല നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട് വായിച്ചിട്ട് എന്താണെന്നുള്ളത്. നമുക്കറിയാം ജീവിതം നമുക്ക് ഒന്നുള്ളെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കുറേ അധികം ജീവിതത്തിലൂടെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, പല പല ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നു. അതിലൂടെ അങ്ങനെ ആ പരിചയപ്പെടുന്നതിൽ മൂലം നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ എനിക്ക് എന്തെങ്കിലും ഈ ഒരു ക്യാരക്ടർ ബേസിൽ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാം. ആ ഒരു പരന്ന വായനയിലൂടെ അല്ലെങ്കിൽ ആ വായന മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം നമ്മൾ മാറുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാറും. അപ്പോ അങ്ങനെ എന്റെ ജീവിതത്തിൽ ഈ വായനയിലൂടെ എനിക്കൊരു വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. വായന മാത്രമാണ് ശരിക്കും ഓരോ കാര്യങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട, നമ്മൾ എന്ത് പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചത് തന്നെ ശരിക്കും ഈ ഒരു വായനയിലൂടെ മാത്രമാണ്. അപ്പോ ഈ വായന വന്നതോടുകൂടി നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ എത്ര എന്നല്ല, നമ്മൾ എത്രമാത്രം അതിലേക്ക് വലുതായി വളർന്നു എന്നുള്ളത് ഓരോ വായനയിലൂടെയും നമ്മുടെ മാറ്റങ്ങളിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ നിങ്ങളും ഇപ്പൊ എങ്ങനെ ഓരോന്ന് വായിക്കുന്നവരാവാം, അതിൽ വന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊക്കെ നമുക്ക് ഈ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. ഒരു എന്താ പറയാ, നമുക്ക് നിലവിലുള്ള ഒരു പല കാര്യങ്ങളും നമ്മള് വായന എന്ന് പറയുമ്പോൾ ഞാൻ പലയിടത്തും ക്ലാസ്സൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, പലതും അറിയാതിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നന്നായിട്ട് വായിക്കുക. കുട്ടികളുടെ അടുത്തായാലും വലിയവരുടെ അടുത്തായാലും ഒക്കെ ഞാൻ പറയുന്നത് ഒരു കാര്യമാണ്, നിങ്ങൾ നന്നായിട്ട് വായിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. എങ്കിൽ തന്നെ നമ്മൾ നിലവിലുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം നമുക്ക് മാറ്റിയെടുത്ത് നമുക്ക് വേറൊരു രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അപ്പോ അതെന്താന്ന് വെച്ചാല് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്ന് നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ, നമ്മൾക്ക് വന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യം മറ്റുള്ളവർക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്യൂ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ പറഞ്ഞ പലതും അല്ലേ, നമ്മളിപ്പം പല കാര്യങ്ങൾ കേൾക്കുമ്പം പറയുന്നതൊക്കെ പിന്നെ അവര് ചെയ്ത അത്രയും ആണോ എന്ന് പരിശോധിക്കുമ്പോൾ അല്ല. പക്ഷെ നമുക്ക് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് പലതും പറയും, പക്ഷെ ചെയ്യുന്നത് രീതി വേറെ ആയിരിക്കും. അപ്പോ ഒരു വായന എന്ന് പറയുമ്പോൾ പിന്നെ ഒരു അജ്ഞതയെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അജ്ഞത എന്താണെന്നുള്ളത് അത് നമുക്ക് പലപ്പോഴും ബ്ലാങ്ക് ആയി കിടക്കുമ്പോൾ അതിനെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വായന നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വായിക്കുമ്പോൾ നമ്മൾ ഭാവനയുള്ളവരാകുന്നു, ചിന്തിക്കാൻ കഴിവുള്ള ആളുകളായിട്ട് മാറുന്നു. പിന്നെ അതുപോലെ തന്നെ തനിക്ക് ചുറ്റുമുള്ള
ഒരു അശാന്തയെ കുറിച്ച് നിരന്തരം ഉൾക്കാഴ്ച ഉണ്ടായിട്ട് നമുക്ക് അതിൽ നിന്ന് അത് എന്താണ് എന്ന് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റും. നമ്മുടെ ചുറ്റിനും പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ അശാന്തത എന്താണ് എന്ന് നമുക്ക് വ്യക്താക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നമുക്ക് ഏകാന്തത ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ആ ഒരു ഏകാന്തതയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിരന്തരം പിന്നെ ആ ശരിക്കും ഉറങ്ങുക എന്നുള്ളതാ. സത്യം പറയുകയാണെങ്കിൽ ഞാനൊക്കെ ചില സമയങ്ങളിൽ ഏകാന്തത ഇഷ്ടപ്പെടാറുണ്ട്. ചില കാര്യങ്ങൾ വരുമ്പോ നമുക്ക് ചിലപ്പോൾ നമ്മൾ അലട്ടുന്ന പ്രശ്നം വരും. എന്നെ അലട്ടുന്ന പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കിരിക്കാനാണ് താല്പര്യം. ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് എന്താണ് എനിക്ക് സംഭവിച്ചത്, എന്താണ് അതിലൂടെ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഒറ്റയ്ക്കിരുന്ന് ഒരു കാര്യം ചെയ്യും. അത് ആലോചിക്കുമ്പോൾ ശരിക്കും കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ചിലര് ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല. ഏകാന്തത എന്നുള്ളത് ചിലർക്കൊരു പേടി ആണ്. അപ്പൊ ഈ വായനയിലൂടെ ഇനി നമുക്ക് പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വായന കൊണ്ടുള്ള നമുക്ക് ആരോഗ്യപരമായ കുറച്ച് ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നു. ആരോഗ്യപരമായ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതില് നമ്മളെ ഈ വായിക്കുമ്പോൾ നമ്മളെ ബ്രെയിനിന് ശരിക്കും ഒരുപാട് നമുക്ക് സർക്യൂട്ടുകൾ ഉണ്ട്. അപ്പോ അത് ആ ഒരു കണക്ഷന് ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിയില്ല. അപ്പോ ആ ഒരു കാര്യം വായനയിലൂടെ ശരിക്കും കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് വളരാൻ കൃത്യമായിട്ടും ഭക്ഷണം വേണം അല്ലെ? ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. എന്ന പോലെ തന്നെ നമ്മുടെ തലച്ചോറിന് അത് തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വായന വേണം എന്നുള്ളതാണ്. ആ ഒരു തലച്ചോറിന്റെ വളർച്ച എന്ന് പറയുന്നത് വായനയിലൂടെ നമുക്ക് ആ ഒരു വളർച്ച നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഒരു പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോ ഒരു പിന്നെ 2013 യുഎസിലുള്ള കുറച്ചൊരു റിസേർച്ച് കണക്ട് ചെയ്തിട്ട് ഒരു പഠനം ഒരു കുറച്ച് ആളുകൾ നടത്തി എന്നുള്ളത്. അപ്പോ ഒരു റോബർട്ട് ഹാരിസ് എഴുതിയ ഒരു പുസ്തകം പോംബെ എന്നൊരു പേരില് ആ ഒരു പുസ്തകം ഈ പഠിക്കുന്ന ആളുകൾ റിസർച്ച് ചെയ്ത ആളുകൾക്ക് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ 9 ദിവസത്തിന് ആ നോവല് ഫിനിഷ് ചെയ്യണം അവര്. ആ നോവല് 9 ദിവസത്തിനകത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറയുമ്പോ അതില് വന്ന ശരിക്കും ഒരു ഫങ്ഷണൽ എന്നാണ് ഒരു MRI സ്കാൻ വെച്ചിട്ട് അവരുടെ ബ്രെയിനിനെ അവർ പഠിച്ചതായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ റീഡിംഗ് നിന്ന് അവർക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം ആ ഒരു പുസ്തകം അവരെ തുറന്നു കാണിച്ചു എന്ന് പറയുന്നു. അപ്പോ നമുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ 1 മുതൽ ഉള്ള ഒരു പേജ് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് കഥകൾ നമ്മൾ ഓർത്തെടുക്കുക. അപ്പൊ നമ്മൾ 1 മുതൽ ഒരു പേജ് വായിക്കുമ്പോൾ നമുക്കറിയാം 1ാമത്തെ പേജിൽ നമ്മൾ എന്താണ് വായിച്ചു തുടങ്ങിയത് എന്നുള്ളത് കണക്ട് ചെയ്ത് അത് ഓർത്തിട്ട് നമ്മൾ വായിച്ചത് ഇത്രയാണ്. ചില പുസ്തകങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അത് വായിച്ചു തീർക്കാനുള്ള ത്വര കാണിക്കും. അപ്പൊ അതില് വായിച്ചെടുക്കുമ്പോഴുള്ള ഒരു പേജ് കഴിഞ്ഞ് 2ാമത്തെ പേജിലേക്ക് വരുമ്പോ ആ കഥയുടെ ആ ഒരു ലഹരി ഇങ്ങനെ വരുമ്പോ നമ്മളത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാന് നമ്മള് മെനക്കെടും. പക്ഷെ നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും കണ്ണുകൊണ്ട് മനസ്സുകൊണ്ടാണ് വായിക്കുന്നത്. നമ്മള് വായിക്കൊണ്ട് ഉറക്കെ വായിക്കുന്നില്ല എന്നുള്ളതാ. അപ്പോ ഇപ്പൊ നമ്മുടെ കുട്ടികളായാലും പഠിക്കുമ്പോ ചില കാര്യങ്ങൾ ഉറക്കെ വായിക്കുമ്പോൾ അത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിനകത്ത് പതിയുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊക്കെ ശരിക്കും പഠിക്കുമ്പോൾ കൂടുതലും ഉറക്കെ വായിക്കണം. ഉറക്കെ വായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ വായിച്ച കാര്യങ്ങൾ മനസ്സിനകത്ത് തട്ടി നിൽക്കും. മെല്ലെ നമ്മള് മനസ്സുകൊണ്ട് വായിക്കുമ്പോൾ അത്രയും പിന്നെ നമ്മൾ പിറകോട്ട് മറിച്ച് നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോ അത് ഒരു 1ാമത്തെ ഒരു ഗുണമായിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിലെ ആ സർക്യൂട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയും
നമുക്ക് കൃത്യമായിട്ട് ഒരു ചിന്താശക്തി, അതുപോലെ തന്നെ കൃത്യമായ ഭാവന അങ്ങനെയൊക്കെ ഉയർന്നു വരും എന്നുള്ളത് ശരിക്കും ഒരു പഠനത്തിലൂടെ കണ്ടിട്ടുണ്ട് എന്താണ്. അപ്പോ അതുപോലെ തന്നെ നമ്മളെ തിയറി ഓഫ് മൈൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യമാണല്ലോ. അപ്പോ പിന്നെ നമുക്കെല്ലാവർക്കും ഒരു തിയറി ഉണ്ട്. നമ്മളെങ്ങനെയാണ് നമ്മളെ മനസ്സിനെ ആക്കി വെച്ചത് എന്നുള്ളത് ഒരു കാര്യമുണ്ട്. ഏത് രീതിയിലാണ് നമുക്ക് നമ്മളെ മനസ്സിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോ ആ ഒരു തിയറിയിലൂടെ എന്താണ് എന്നുള്ളത്. ഇപ്പൊ ഒരു തിയറി ഇപ്പൊ എന്തെന്നാൽ എനിക്ക് ഒരാളെ പിന്നെ വിമർശിക്കുക. ഇപ്പൊ നമ്മളെ ഒരാൾ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ കളിയാക്കുന്നുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കി വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന അത് കേൾക്കുമ്പോൾ സത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ നന്നായിട്ട് വായിച്ച് നല്ല രീതിയിൽ ഒരു കാര്യം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും. ഇപ്പോ അതിനെതിരെ പ്രതികരിക്കേണ്ടതില്ല. നമുക്ക് പ്രതികരിക്കാം. നമുക്ക് ആലോചിച്ച് എന്താണ് അവര് പറഞ്ഞത്. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, മറ്റുള്ളവരെ പോലെ നമ്മളും ആയാല് പിന്നെ നമുക്ക് എന്ത് വിലയാണുള്ളതെന്ന്. അപ്പൊ ഇത്രയും നമുക്ക് ഒരാളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വായന ശീലമാക്കിയവരായിരിക്കണം. പല കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലൂടെ ഏറ്റവും ഒരു ആ രീതിയെ ബലപ്പെടുത്തിയ ആളായിരിക്കണം എന്നുള്ളത് തന്നെയാണ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ഒരു കഥ ഞാൻ ശരിക്കും ഇത് വായിച്ചപ്പോ പിന്നെ ചെറിയൊരു കാര്യം പറയാം. ആ വായിച്ച കഥയിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, രണ്ട് ഓഫീസർമാർ, ഒരു സീനിയർ ഓഫീസറും ഒരു ജൂനിയർ ഓഫീസറും. ഇവർ രണ്ടാളും ഈ സീനിയർ ഓഫീസർ എന്തോ പറഞ്ഞ സീനിയർ ഓഫീസറുടെ മകളെ ജൂനിയർ ഓഫീസർ വായി നോക്കി എന്ന് പറഞ്ഞ പേരില് ആ സീനിയർ ഓഫീസർ ഈ ജൂനിയർ ഓഫീസറെ വളരെ പിന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അദ്ദേഹത്തെ ജൂനിയർ ഓഫീസറെ ജോലിയിൽ നിന്ന് പുറത്താക്കാണ്. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഒരു ദിവസം ഈ ഒരു സീനിയർ ഓഫീസർ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെടുകയും ഒരു രക്ഷയില്ലാതെ, കാരണം അദ്ദേഹം രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് ഒന്നെങ്കിൽ അദ്ദേഹത്തെ പിന്നെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ കുറച്ചധികം കുറെ അധികം പൈസ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെറുതെ വിടും. അപ്പൊ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ വേറെ പൈസ കാര്യങ്ങളൊന്നും കിട്ടാൻ സീനിയർ ഓഫീസറിന് ഒരു വഴിയില്ല. അങ്ങനെ ഈ ഒരു കാര്യം ഈ ജൂനിയർ ഓഫീസർ അറിയുകയും മകളോട് അവരറിയുന്ന സീനിയർ ഓഫീസറിന്റെ അദ്ദേഹം ജൂനിയർ ഓഫീസറിനെ ഒരുമിച്ച് അറിയുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇപ്പോ നിലവിൽ ഈ പുറത്താക്കപ്പെട്ട ജൂനിയർ ഓഫീസറെ കയ്യിൽ കുറച്ചധികം ക്യാഷ് ഒക്കെ ഉണ്ട്, നല്ല ക്യാഷ് ഉണ്ട്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ഈ മകള് പറഞ്ഞു, ഇപ്പൊ ഞാനത് ആ കാര്യം അവരടുത്ത് ചോദിച്ചാ അവരെന്താണ് പറയാ, അത് ആ ഒരു ഇത്രയും കാലം എന്റെ അച്ഛൻ അങ്ങനെ ചെയ്തതല്ലേ, അപ്പൊ എങ്ങനെയാണ് എന്നെ സഹായിക്കുക എന്നുള്ള ഒരു ചിന്ത ഈ മകൾക്കുണ്ടായി. ഇപ്പൊ വേറൊരു രക്ഷയും ഈ മകളുടെ മുന്നിൽ ഇല്ല. അപ്പോ എന്തായാലും ഈ ജൂനിയർ ഓഫീസർ അത് അറിയുകയും, അപ്പോ ഈ ജൂനിയർ ഓഫീസർ ഒരു കാര്യം പറയും, മകളോട് എന്റെ റൂമിൽ ഒറ്റയ്ക്ക് വരാൻ വേണ്ടിട്ട് പറയൂ എന്ന് പറയും. അപ്പൊ ഒറ്റയ്ക്ക് വരാൻ വേണ്ടി പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ മകൾക്ക് സത്യത്തിൽ നല്ല പേടിയുണ്ട്. കാരണം മുന്നേ ചെറിയ പ്രശ്നത്തിൽ അകപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അച്ഛനോട് ചെയ്ത പ്രതികാരം എൻ്റെ അടുത്ത് ചെയ്യോ, എന്തിനാണ് ഈ ആള് എന്നെ ഒറ്റയ്ക്ക് റൂമിൽ വരാൻ പറഞ്ഞത്. എന്തെന്നായാലും ഈ മോള് ആ റൂമിലേക്ക് പോവുകയും നല്ല ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ മകള് ഇങ്ങനെ ഓർക്കണ്ടേ, അടുത്ത നിമിഷം എന്തായാലും എന്നോട് എന്റെ വസ്ത്രം അഴിക്കാന് ഇദ്ദേഹം പറയായിരിക്കും എന്നൊക്കെ ഓർത്താണ് ഈ പെൺകുട്ടി ആ ഒരു റൂമിലേക്ക് സമീപിക്കുന്നത്. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഈ ജൂനിയർ ഓഫീസർ പോയിട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് ഒരു കവറിൽ കുറച്ച് പണമായിട്ട് വന്നിട്ട് ഈ ഒരു കുട്ടീനെ ഏൽപ്പിക്കുകയും എന്നിട്ട് അച്ഛനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുകയും ചെയ്യാണ്. അപ്പോ സത്യത്തില് ഈ ഒരു പ്രതികാരത്തെ നേരത്തിനെ പ്രതികാരത്തെ ശരിക്കും പ്രതികാരത്തിലൂടെ തന്നെ ചെറുതായിട്ട് പ്രതികാരം
തീർത്തു എന്നുള്ളത്. അതായത് ആ ആ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തില് ഈ ജൂനിയർ ഓഫീസർക്ക് ശരിക്കും ഈ സീനിയർ ഓഫീസർ ഇവരെ ചെയ്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഈ ഒരു കുട്ടിനെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കാം പണം കൊടുക്കാം. പക്ഷെ ആ അയാൾ അത് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു നിമിഷത്തെ വളരെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു മകള്. അപ്പൊ നമ്മള് ശരിക്കും നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന ഒരു മാറ്റമല്ലേ, എനിക്കൊക്കെ ഒരു ഇത് തോന്നിയത്, എന്ത് പ്രതികാരം ചെയ്യാനും ഒരു അവസരം കിട്ടിയിട്ട് ആ ഒരു അവസരത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ അങ്ങനെയും ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ അറിയാം, എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം പ്രതികാരം തീർക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കും ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൂടെ? അതിലൊന്നും നേടാനില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റുള്ളവർ ചെയ്ത പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സീനിയർ ഓഫീസർ രക്ഷപ്പെടുകയാണ് എന്നുള്ളതാണ്. അപ്പോ ഇനി നമുക്ക് വായന കൊണ്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോ ഒരു കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നമ്പർ ബേസിൽ പറയാം. ഒരു 10-20 കാര്യങ്ങളോളം ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് ഞാൻ തന്നെ അതിന്ന് തെരഞ്ഞെടുത്തിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് ഒരു പോസ്റ്ററാക്കി ചെയ്തതായിരുന്നു എൻ്റെ അംഗൻവാടിക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മളെ ബുദ്ധി വർദ്ധിപ്പിക്കും. ബുദ്ധി വർദ്ധിപ്പിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. രണ്ടാമത്, നമുക്ക് നമ്മളെ ചിന്താശക്തി കൂട്ടുന്നു. അത് വലിയൊരു ഗുണമാണ്. വായനന്റെ വില എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വായനന്റെ ഒരു ഗുണം ചിന്താശക്തിയെ വർദ്ധിപ്പിക്കും. 3, നമുക്ക് വയസ്സുകാലത്ത് നല്ല ബുദ്ധികൂർമ്മത ഉണ്ടാവും. എപ്പോഴും പ്രായം ചെല്ലും തോറും നമുക്ക് ഓർമ്മ കുറഞ്ഞ അവസ്ഥയിൽ നമുക്ക് മാറാൻ ബുദ്ധികൂർമ്മത ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹിക്കുന്നത് നേടാനുള്ള ആത്മവിശ്വാസം അങ്ങനെ ഒരു ഉണ്ടാവും എന്നുള്ളത്. ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുമ്പോൾ, ചില കാര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവും എന്നുള്ളത് വലിയൊരു സത്യമാണ്. എന്റെ തന്നെ വലിയൊരു അനുഭവമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ്. പക്ഷെ സ്വപ്നങ്ങൾ എന്തെങ്കിലും കാണുക എന്നുള്ളതല്ല, നല്ല നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ വായന നമ്മളെ സഹായിക്കും. അത് വലിയൊരു പ്രാധാന്യമാണ് ആ വായന കൊണ്ടുള്ള ഒരു പ്രാധാന്യം. അതുപോലെ നല്ല സംഭാഷണ ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ പലരിടത്തും പറയെങ്കിലും, ഇപ്പൊ നമ്മളൊക്കെ മലയാളികളാണെങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചിലർ സാഹിത്യപരമായിട്ട് നന്നായിട്ട് പറയുന്നവരുണ്ടാവും. ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു ശൈലി നമ്മളൊരാൾ സംസാരിക്കും. ഇപ്പൊ പിന്നെ ഒന്നും വേണ്ട, ഇപ്പോ ഞാൻ സംസാരിക്കുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ ഇഷ്ടപ്പെടൂല എന്നും ഞാൻ പറയുന്നതൊക്കെ നല്ലൊരു ശൈലി എന്നല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇത് ഇത്രയും പറയാനും തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും ആ ഒരു വായന തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ മുന്നോട്ട് കൊണ്ടുവന്നത്. നമുക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികളുള്ള ആളുകളാണ് നമ്മളല്ലേ. മനുഷ്യരെന്ന് പറഞ്ഞാല് നമ്മുടെ പ്രതിസന്ധികള് വളരെയധികം ഉള്ള എല്ലാ മനുഷ്യനും അതിൻ്റെതായ പല പല രീതിയിലൂടെ പല പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാവും നമ്മൾ വന്നിട്ടുണ്ടായത്. ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള വലിയൊരു കാര്യം നമുക്ക് വായനയിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാക്കുകളുടെ ശേഖരം, നമ്മള് പറയുന്ന കാര്യങ്ങള് കുറെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ പറയണം, നല്ല രീതിയിലുള്ള വാക്കുകളുടെ ശേഖരം ഉണ്ടാവും. അതന്നെ നമ്മുടെ ഭാഷാശേഷിയെ, നമ്മൾ സംസാരിക്കുന്ന ഭാഷാശേഷിയെ കൂട്ടുമെന്നുള്ളതാണ്. ഭാഷാശേഷിയെ കൂട്ടുന്നു വാക്കുകളുടെ ശേഖരണത്തിലൂടെ. പിന്നെ നമ്മളെ മനസ്സിനെ ഭാവന സമ്പന്നമാക്കുകയാണ്. നമുക്ക് മനസ്സില് ഉണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ നമ്മൾ നന്നായിട്ട് വായിച്ചാൽ അവർക്ക് എഴുതാനും കഴിയുമെന്നുള്ളതാണല്ലേ. അപ്പോ നമുക്ക് നല്ലൊരു ഭാവന ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമ്മുടെ സർഗാത്മകത വർദ്ധിപ്പിക്കുന്നു. നമുക്ക് പല കഴിവുകളുള്ള ആളുകളായിരിക്കും നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളിൽ. നമുക്ക് പല പല കഴിവുകളുണ്ട്. എന്താണ് നമ്മളുടെ നമുക്ക് പല സർഗാത്മക വായിക്കാൻ അറിയുന്നവരും നന്നായിട്ട് വായിക്കും. അത് ചിത്രം വരയ്ക്കുന്നുണ്ടാവും, പാടുന്നവരുന്നുണ്ടാവും, ആടുന്നവരുണ്ടാവും. അങ്ങനെ പല പല കഴിവുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് പുറത്തെടുക്കാൻ ഭയങ്കര ഒരു പ്രയാസമായിരിക്കും. അപ്പൊ ഇത്തരം ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാവാൻ വായന നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളത് തന്നെയാണ്.
ഈ ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഓരോ ദിവസം നമ്മുടെ ഈ മോർണിംഗ് ക്ലബിൽ പറയുന്ന കാര്യങ്ങള് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചിലത് കേൾക്കുന്നു, ചിലത് വായിക്കുന്നു, ചിലത് നോട്ട് ചെയ്യുന്നു. ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും പറയാനും പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേണ്ട നമ്മൾ ഒരു വോയിസിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് തന്നെ എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല, അത് ഏത് രീതിയിൽ എങ്ങനെ പറയണം എന്നുള്ളത് ചിന്തിക്കുന്നത് ശരിക്കും കൃത്യമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ ശരിക്കും വായന വാഴ്വിന്റെ ഒരു ജീവവായു എന്നാണ് പറയുന്നത്. നമ്മളെ വാഴ്വിന്റെ ജീവവായു എന്നുള്ളത് വായന എന്നാണ്. അപ്പോ അത്യന്താപേക്ഷമാണ് നമുക്ക് തലച്ചോറിന് ഏറ്റവും നമ്മളെ തലച്ചോറ് വളരാൻ ഭക്ഷണം ശരീരത്തിന് എന്ന പോലെ നമ്മളെ തലച്ചോറിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് വായന എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഈ വായന കൊണ്ട് വളരെയധികം എന്നല്ല, എനിക്ക് എന്റെ ജീവിതം മാറ്റിമറിച്ചതിൽ ഏറ്റവും ഒരു വലിയൊരു പങ്കുള്ള ഒരു കാര്യമാണ് വായന. ആ വായനയിലൂടെ തന്നെയാണ് ഞാൻ എൻ്റെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ നമ്മളെ ക്വാളിഫിക്കേഷൻ ഇത്രേ ഉള്ളൂ എന്ന് സംശയിക്കുന്ന ആളുകൾ നമ്മൾ ഇത്ര ക്വാളിഫിക്കേഷനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതത്രേ ഉള്ളൂ, അതല്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ പല പുസ്തകങ്ങൾ വായിക്കുന്നു, ആ പുസ്തകങ്ങൾ നമുക്ക് പ്രാധാന്യമുള്ള പല കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്യുന്നു. ആ നോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനെ വിശദീകരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനൊരു സത്യം മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോ ഇനിയും നമുക്ക് കുറേ അധികം വായന കൊണ്ടുള്ള ഗുണങ്ങളുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനിയും കുറച്ചധികം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് സമയക്കുറവ് കൊണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, വായനയിലൂടെ നിങ്ങൾക്ക് വന്ന എന്താണ് ഗുണങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഇപ്പൊ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് വായനയിലൂടെ ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, അത് സത്യമായിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയൊരു സത്യമാണ് നമുക്ക് തിരിച്ചറിയാനും ഈ ഒരു ടോപ്പിക് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കാണ്. അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ്. ആർക്കാണ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് പറയോ? ഹലോ, എല്ലാരും പോയോ? പുതിയ അറിവുകളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞാനിപ്പം ഈ മോർണിംഗ് സർക്കിളിന് വന്നതിന് ശേഷം കുറെ ബുക്സിന്റെ ഡീറ്റെയിൽസ് കിട്ടി. കുറെ ഈ നോവലും അതും വായിക്കണേനും ഈ സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കുമ്പോഴാണ് നമുക്കൊരു മാറ്റം അതിൽ ഫീൽ ചെയ്യുന്നത്. മുന്നേ എനിക്ക് കഥകളും ഒക്കെ ആയിരുന്നു ഇഷ്ടം, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു വേറൊരു ഒരു സിനിമ കാണുന്ന ഒരു ഫീൽ ആയിരിക്കും. ഈ സെൽഫ് ഹെൽപ്പ് ബുക്ക് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതെ, നമ്മുടെ വ്യക്തിപരമായ വികസനത്തിനും സാംസ്കാരികമായ ഉന്നമനത്തിനൊക്കെ ഒരു പ്രയോജനപ്പെടുന്ന വലിയൊരു കാര്യമാണ് വായന. ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയുമ്പോൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വ്യക്തികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വായനയിലൂടെ തന്നെയാണ്. അത് ഒരു വലിയൊരു സത്യമാണ്. ഓക്കെ, താങ്ക് യു. അതെ, നമ്മള് നോവലും കഥകൾ അങ്ങനത്തെ സംഭവങ്ങൾ വായിക്കുമ്പോൾ നമ്മളുടെ ചിന്താശേഷി, ഭാവന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും. ഈ സെൽഫ് ഹെൽപ്പ് ബുക്കാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും സംഭവങ്ങൾക്കൊക്കെ അങ്ങനെ അതിൻ്റെതായ ഓരോ ഗുണങ്ങളുണ്ട് ഓരോന്നിനും. അതെ അതെ, സജിനയുടെ ഒരു വലിയൊരു ഹോബിയാണ് വായന എന്ന് പറഞ്ഞത്. അപ്പൊ അറിയാം, നമ്മളൊരു കാര്യങ്ങള് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുമല്ലോ. അപ്പോ ശരിയാണ്, വളരെ സത്യമാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് കൂടുതൽ വരുന്നില്ല എന്നുള്ളതാ. പറഞ്ഞു. പിന്നെ നമ്മൾക്ക് ഈ വായനയുടെ പിന്നിലുള്ള ആ ഒരു സയൻസ് ബ്രെയിനിൽ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ ബ്രെയിനിൽ ഇപ്പൊ നമ്മളൊരു കാര്യം ഇപ്പൊ വായിക്കുന്ന സമയത്ത് നമ്മൾ ആ ലെറ്റർ നമ്മൾ കാണുകയാണല്ലോ. അപ്പൊ അതിങ്ങനെ കാണുമ്പോ അതെ, അപ്പൊ നമ്മളുടെ ബ്രെയിനിലത്തെ വിഷ്വൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിന്റെ ബാക്കിലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ വേർഡ്സുകൾ ഇങ്ങനെ കാണുമ്പോ ആ വിഷ്വൽ ഏരിയ ആക്റ്റീവ് ആവുകയാണ്. അതുപോലെ തന്നെ
അതെ. അതുപോലെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വായിക്കുന്നെങ്കിൽ കൂടി നമ്മുടെ ബ്രെയിനിൽ അതിന്റെ ആ വേർഡ് കാണുന്ന സമയത്ത് അവിടെ ഒരു സൗണ്ട് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെ അതെ അപ്പൊ അതെ നമ്മളുടെ ബ്രെയിനിന്റെ സൗണ്ട് ഏരിയ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ സൈഡിലാണെന്നാണ് പറയുന്നത്. അപ്പൊ സൗണ്ട് ഏരിയ സ്റ്റിമുലേറ്റ് ആവണം, ഉത്തേജിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു വേർഡ് വായിക്കണം, ഇപ്പൊ ഒരു കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മള് അതിന്റെ ഒരു മീനിങ് നമ്മുടെ മെമ്മറിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കാറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ആനിമൽ ആണെന്നാണല്ലോ നമ്മള് മനസ്സിലാക്കി വെച്ചേക്കണത്. അപ്പൊ ആ ഒരു മീനിങ് ചെക്ക് ചെയ്യുമ്പോൾ ആ മീനിങ് ഏരിയ അത് നമ്മുടെ ബ്രെയിനിന്റെ മിഡിൽ പാർട്ടിലാണ് വരുന്നതെന്നാണ് പറയണത്. അപ്പൊ അതും ആക്റ്റീവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു എന്തെങ്കിലും ഇപ്പൊ കാറ്റ് ഈസ് ഓൺ ദ സാറ്റ്, കാറ്റ് ഒരു ഓൺ ദ സാറ്റ് ഓൺ ദ മാറ്റുമേൽ ഇരിക്കണമെന്ന് നമ്മൾ വായിച്ചു. അപ്പൊ നമ്മള് ആ ഒരു ഇരിക്കുന്ന ആ ഒരു ഇത് വരുന്നുണ്ട് അല്ലെ, നമുക്ക് ആ ഒരു ഇമാജിനേഷൻ. അപ്പൊ നമ്മളുടെ തിങ്കിങ് ഏരിയ ഫ്രണ്ട് പാർട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വായിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന്റെ ഒരുപാട് പാർട്സ് ഒരുമിച്ച് ഒരുപാട് ഏരിയാസ് ഒരുമിച്ച് സ്റ്റിമുലേറ്റ് ആവണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളുടെ ഫോക്കസ് കൂടാനും നമ്മുടെ മെമ്മറി കൂടാനും ബുദ്ധി കൂടാനൊക്കെ നമ്മളെ ബ്രെയിനിനെ സഹായിക്കും എന്ന് പറയുന്നത് റീഡിങ്. അപ്പൊ പലർക്കും അത് അറിയില്ല. നമ്മൾ വിചാരിക്കുക നമുക്ക് നോളേജ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വായിക്കണെന്ന്. പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിന് ഭയങ്കരമായിട്ട്, അതിന് മാം പറഞ്ഞില്ലേ, വയസ്സാവുമ്പോഴും സ്ഥിരമായിട്ട് വായിക്കുന്നവർക്ക് വയസ്സാവുമ്പോഴും ബുദ്ധി ഉണ്ടായിരിക്കുന്നു. അത് ഇതുകൊണ്ടാണ് അതായത് ബ്രെയിനിന്റെ ഈ പാർട്ടുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ അത് ഇതാവുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ബ്രെയിനിന് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മളെ വായനക്കാരും ഈ എഴുത്തുകാരെയും വായനക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഓർത്തോർത്ത് പറയുന്നത്. ഇൻ കേസ് നമുക്കത് പറയാൻ പറ്റുമോ? നമ്മൾ ചിലപ്പം ഈ ഒരു കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറക്കുന്നല്ലേ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിലവരൊക്കെ ഒരു പ്രസംഗിക്കുമ്പോഴും അവരൊക്കെ നന്നായിട്ട് വായിക്കുന്ന, അവർ എടുത്തെടുത്ത് പറയുമ്പോൾ എത്ര പ്രായമായാലും അവർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വായന തന്നെയാണ്. ഇപ്പോ ഇൻക്രീസ് യുവർ എബിലിറ്റി ടു എമ്പതൈസ് പറയുന്നുണ്ട്. നമ്മൾ ഒരാളുടെ ദുഃഖം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പതിക്ക് പകരം എമ്പതി ആക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം. അത് നമ്മള് എമ്പതി നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ദുഃഖം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പലപ്പോഴും ചില പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഇതിലൂടെ വരുന്ന വലിയൊരു കാര്യമാണ്. ശരിക്കും നമ്മളിപ്പോ വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലേ, എന്നാൽ കൂടി നമ്മൾ വായിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും വായിക്കുമ്പോ കിട്ടുമ്പോഴും ചില ഇത് കാണുമ്പോ കിട്ടുമ്പോഴും തമ്മിൽ ഭയങ്കര അന്തരാണ് ഇത് രണ്ടും തമ്മില്. നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ട് അത്. വായിച്ച് മനസ്സിലാക്കുന്നതും വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനകത്ത് അത് എന്തായാലും അവിടെ ഉണ്ടാവും. ആ ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ അത് മറക്കൂല. പക്ഷെ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ ദൃശ്യപരമായിട്ട് നമ്മൾ കാണും. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോണത്. നമുക്ക് വായന എന്ന് പറഞ്ഞ സാധനം ഇല്ല. ആ ഒരു ദൃശ്യങ്ങൾ കണ്ട് അത് മനസ്സിലാക്കി വെച്ച് അത് പറയാന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അതിനോടൊപ്പം വായന കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി നമ്മളെ ബ്രെയിനിന് ശരിക്കും നമ്മളെ ഹെൽത്തും നമ്മളെ മൈൻഡൊക്കെ നന്നായിട്ട് അത് മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് വായന കൊണ്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. നല്ലൊരു മോർണിംഗ് ആശംസ. നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു.